ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് സോഫ്റ്റ് ഫ്ലഫി ആയിട്ടുള്ള പാൻ കേക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. കുറച്ച് ചേരുവകൾ മാത്രം മതി. വീട്ടിൽ എപ്പോഴും കാണുന്ന ചേരുവകൾ വെച്ചിട്ട് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാം. ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പോലത്തെ പാൻ കേക്കാണ്. എത്ര കഴിച്ചാലും മതി വരില്ല. അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ തയ്യാറാക്കുന്നതിന് മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കണം കേട്ടോ. 2 മണിക്കൂർ മുന്നെയെങ്കിലും പുറത്ത് വയ്ക്കുക. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയും മാറ്റിയെടുക്കാം. ഇനി മഞ്ഞക്കരു നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്കിതിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. ഒന്ന് മിക്സായി വരുമ്പോൾ നമുക്കിതിലോട്ട് 4 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1/4 ടീസ്പൂൺ വാനില എസൻസ്. ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് മൈദമാവ് ചേർത്ത് കൊടുക്കണം. 3.5 ടേബിൾ സ്പൂൺ മൈദമാവാണ് എടുത്തിരിക്കുന്നത്. ഒട്ടും കട്ടയില്ലാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ വിസ്ക് ഉപയോഗിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട ഒന്നും കെട്ടാതെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു സ്പൂണും ഫോർക്കും കൂടെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് മുട്ടയുടെ വെള്ള നന്നായിട്ട് പതപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ബീറ്റർ ഇട്ടിട്ടാണ് പതപ്പിച്ചെടുക്കുന്നത്. ഹാൻഡ് വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് പതപ്പിച്ചെടുക്കാം. ഹാൻഡ് വിസ്ക് ഉപയോഗിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഒരു 15ഓളം മിനിറ്റ് എടുക്കും നമുക്ക് നന്നായിട്ട് പതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതുപോലെ സ്റ്റിഫ് പീക്ക് ആവുന്നവരെ പതപ്പിച്ചെടുക്കുക. നല്ല കട്ടിക്ക് പതപ്പിച്ചെടുത്താൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് പതപ്പിച്ച മുട്ടയുടെ വെള്ള നേരത്തെ നമ്മൾ കലക്കി വെച്ചതിൽ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. മൊത്തം ഒന്നിച്ച് ചേർക്കരുത്, കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് പാൻ കേക്ക് തയ്യാറാക്കി എടുക്കാം. ഇനി നമുക്ക് തവ ചൂടാക്കി എടുക്കാം. സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ഈ പാൻ കേക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. തീ കൂട്ടിയിടരുത്. ഇത് കുറച്ച് കട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ സിമ്മിലിട്ടാൽ മാത്രമേ അകമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ പുറമെ മാത്രം കരിഞ്ഞു പോവും, അകമൊക്കെ വേവാതിരിക്കും. തവ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പാൻ കേക്കുകളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഒഴിച്ചിട്ട് പരത്തി കൊടുക്കണ്ട, ഇതുപോലെ തന്നെ ഇരുന്നാൽ മതി. 3-4 എണ്ണം ഒരുമിച്ച് ഒഴിക്കാം കേട്ടോ. ഞാൻ ഇത് നടുക്കോട്ട് ഒഴിച്ചുകൊണ്ട് വേറെ ഒഴിക്കാൻ പറ്റുന്നില്ല. ഏകദേശം 5 മിനിറ്റ് എടുക്കും ഒരു ഭാഗം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തീ കൂട്ടിയിടരുത്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സാവധാനം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ ഭാഗവും 5 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പുറത്തെ സൈഡ് ഞാൻ ഒരെണ്ണം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. വെന്തിട്ടുണ്ട്, എടുത്തു മാറ്റാം. ഇതുപോലെ തന്നെ എല്ലാം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഞാൻ എല്ലാ പാൻ കേക്കും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതേ സൈസിലുള്ള 5 എണ്ണം നമുക്ക് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാൻ കേക്കാണ്. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്ക് വേണമെങ്കിൽ ഒന്നുകിൽ ഹണി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ചിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഞാനിത് മുറിച്ച് കാണിച്ചു തരാം. കണ്ടോ എന്ത് സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കും ഒക്കെയാണ് കേട്ടോ. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.